ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സീലിംഗ് ക്രിയേഷൻസ് ആണ്. എങ്ങനെയാണ് നമ്മുടെ സീലിംഗ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നുള്ളത്. രണ്ട് രീതിയിൽ നമുക്ക് സീലിങ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്ന് നമ്മൾ ഓട്ടോമാറ്റിക് മെത്തേഡ്സ് ബേസിസിലും ഒന്ന് നമ്മൾ തന്നെ സ്കെച്ച് ചെയ്ത് കൊടുക്കുന്ന രീതിയിലും നമുക്ക് സീലിങ്സ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഇതുവരെയുള്ള എല്ലാ ഡിസൈൻസും നമ്മൾ ഫ്ലോർ പ്ലാനിലായിരുന്നു നമ്മൾ ഡിസൈൻ ചെയ്തതെന്നുണ്ടെങ്കിൽ സീലിങ്സിന്റെ കേസസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സീലിംഗ് പ്ലാൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഏത് ഫ്ലോർ ലെവലിലേക്കാണോ നമുക്ക് വേണ്ടത് സെയിം ഫ്ലോർ തന്നെ നമ്മൾ ചൂസ് ചെയ്യുക. ഇപ്പം നമുക്ക് ലെവൽ 2ലാണ് സീലിംഗ് വേണ്ടതെന്നുണ്ടെങ്കിൽ സെയിം ലെവൽ 2 തന്നെ നമ്മളൊന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. ചൂസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ആർക്കിടെക്ചർ ടാബിൽ ബിൽഡ് പാനലിൽ നമുക്ക് സീലിംഗ് മറ്റൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ജസ്റ്റ് സീലിംഗ് എടുക്കുക. സീലിംഗ് എടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിലുള്ള മെത്തേഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് സീലിംഗ് എന്ന് പറയുമ്പോൾ ബൗണ്ടറി ക്ലോസ് ആയ ഏരിയ ജസ്റ്റ് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ സീലിങ്സ് നമുക്ക് ക്രിയേറ്റ് ആയിട്ട് വരും. ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ നമുക്കിപ്പോൾ സീലിങ്സ് ക്രിയേറ്റ് ചെയ്യും. ഒന്ന് 3Dയിലേക്ക് പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ ഇവിടെ നമുക്ക് സീലിംഗ് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ട് ഇനി ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സീലിംഗ് ഹൈറ്റ്സോ കാര്യങ്ങളോ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് സീലിംഗ് ഹൈറ്റ് നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ബൗണ്ടറി എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഫ്ലോർ പ്ലാനിലേക്ക് തന്നെ നമ്മൾ പോയിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓഫ്സെറ്റ് ടൂൾ എടുക്കുന്നു. 60 എന്നുള്ള വാല്യൂ കൊടുത്തിട്ട് ഇന്നറിലേക്ക് ഒരു 60 എന്നുള്ളത് കൊടുത്തു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾ 3Dയിൽ ചെക്ക് ചെയ്യുമ്പോൾ നോക്കിയാൽ ഇത്ര ഏരിയയിൽ മാത്രമായിട്ട് സീലിംഗ് നമുക്ക് ക്രിയേറ്റ് ആയിട്ട് വന്നു. നമുക്ക് പാറ്റേൺ ബേസിസിൽ ഇപ്പോൾ റെക്ടാങ്കുലറിൽ നമ്മൾ ബ്രേക്ക് ചെയ്തതുപോലെ നമുക്കിപ്പോൾ സർക്കുലർ ആയിട്ടാണോ ആർക്കായിട്ടാണോ വേണേ എങ്ങനെയാണോ നമ്മുടെ ഡിസൈൻസിനനുസരിച്ചിട്ട് നമുക്ക് ആ സീലിങ്സ് അതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനിയിപ്പം ഇതിലേക്ക് തന്നെ നമുക്ക് വീണ്ടും ഒരു സീലിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് നോക്കുന്ന വിചാരിക്കും. ഓട്ടോമാറ്റിക് സീലിംഗ് എടുത്തിട്ട് നമ്മൾ വീണ്ടും സെയിം അതേ സർഫേസസ് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ക്രിയേറ്റ് ആയിട്ട് വരും. ഇനിയിപ്പം ഇതിൻ്റെ ഫേസസ് നമുക്കിപ്പോൾ മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫേസസ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടി ഇപ്പം എന്തായി മിക്സ് ആയിട്ട് വന്നു. ഇനി നമ്മൾ മറ്റത് രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത സീലിങ്സ് എടുക്കാം. അതിന് കുറച്ചൊന്ന് ഹൈറ്റ് കൂട്ടിക്കൊടുക്കാം. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് റൂമിൻ്റെ ഇന്നറിൽ നിന്ന് നോക്കിയേ ഒരു ഗ്യാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊന്ന് കുറച്ചൊന്ന് ഏരിയ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒരു 10 ഡിഫറൻസസിലേക്ക് വരുന്ന രീതിയിൽ ഒരു മിനിറ്റ് ഇതിന് ഒരു 280 എന്നുള്ളത് നമ്മൾ കൊടുത്തു. ഇനിയിപ്പോൾ ഇത് ഇന്നറിലേക്കായിട്ട് വന്നു. ഇതെങ്ങനെയാണ് ആ സീലിങ്സ് ഉള്ളത് എന്നുള്ളത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ റൂമിലേക്ക് നമുക്കൊരു ക്യാമറ വ്യൂ ചെയ്തിട്ട് കാണാൻ വേണ്ടി പറ്റും. വ്യൂ ടാബിലേക്ക് വരാം. 3D വ്യൂവിൽ ക്യാമറ എന്നുള്ള ഓപ്ഷൻസ് എടുക്കാം. ജസ്റ്റ് ക്യാമറ ഒന്ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്യാമറയിൽ എങ്ങനെയാണോ ഷോ ചെയ്ത് കാണേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ സ്പേസസ് നമ്മൾ വൈഡ് ആക്കുന്നതിനനുസരിച്ചിട്ട് നമുക്കതിവിടെ വിസിബിൾ ആക്കിയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇതേപോലെ നമുക്ക് ആ ഒരു കട്ടഡ് ആയിട്ടുള്ള ഒരു ബോർഡർ ടൈപ്പിലുള്ള സീലിങ്സ് ഒക്കെ നമ്മൾ നോർമലി ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേണിലുള്ള ബോർഡർ ടൈപ്പിലുള്ള ആ ഒരു സീലിങ്സ് ഇപ്പം നമുക്കിവിടെ ക്രിയേറ്റ് ആയിട്ട് വരും. ഇങ്ങനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ബേസിൽ നമ്മൾ സീലിങ്സ് ചെയ്യുക. ഇനി അതല്ല നമുക്ക് രണ്ടാമത്തെ മെത്തേഡായ സ്കെച്ച് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സീലിങ്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കെച്ച് മെത്തേഡ് എടുക്കുക. സ്കെച്ച് മെത്തേഡ് ആകുമ്പോൾ നമുക്ക് വോളായിട്ട് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് സെയിം ഒരേപോലത്തെ പാറ്റേണിൽ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഡ്രോ ചെയ്തിട്ട് കൊടുക്കാം. ഏത് ടൂൾസ് യൂസ് ചെയ്തിട്ടും നമുക്ക് ഡ്രോ ചെയ്യാം. ഇനി എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ ഡ്രോ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് നമ്മൾ ഇപ്പം സെയിം ഒരേ മോഡൽ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യും. അപ്പോൾ ഈ ഏരിയയിൽ നമുക്ക് ഒരുമിച്ച് ക്രിയേറ്റ് ആയിട്ട് വരും. നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം, ഒരുമിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ചെയ്യാം. ഹൈറ്റ് വാരിയേഷൻസ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഹൈറ്റ് വാരിയേഷൻസും നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളും നമുക്കിപ്പോൾ വരും.
സീലിംഗിലേക്ക് കൊടുക്കുന്ന ലൈറ്റ്സ്, അതേപോലെ സീലിംഗിൽ നമ്മൾ കൊടുക്കുന്ന വേറെ ഫിക്സ്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഫാൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സീലിംഗ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കോമ്പോണൻസ് ഇവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സീലിംഗ് നമ്മൾ വർക്കിലേക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് സീലിംഗ് ഫിക്സ്ചേഴ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സീലിംഗ്സിൻ്റെ ഇമ്പോർട്ടൻസ് വരും. അപ്പം ഈ രണ്ട് രീതിയിൽ നമുക്ക് സീലിംഗ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പ്രൊജക്റ്റിലേക്ക് സീലിംഗ്സ് ആഡ് ചെയ്ത് കൊടുക്കും. നമുക്ക് ആവശ്യമുള്ള ഏരിയയിൽ മാത്രമായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ഏരിയയിൽ മാത്രമായിട്ട് കൊടുക്കാം. പാറ്റേൺ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഓരോ റൂമിനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.